കുറച്ചുകൂടെ റിയാലിറ്റി ആയിട്ട് ജയിക്കുമായിരിക്കും, കുറച്ചുകൂടെ വോട്ട് കിട്ടി ജയിക്കുമായിരിക്കും അങ്ങനെ പറയുന്നതിന് പകരം എന്തിനാണ് 100% ഞങ്ങൾ എന്താണ് ജയിച്ചിരിക്കുമെന്ന് എന്തിനാണ് ഈ അനാവശ്യ വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ചുമ്മാ കേട്ടോണ്ടിരിക്കുന്നവർക്ക് കൈയടിക്കാനുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങനെ പറയുന്നത്. ഇത് റിയാലിറ്റി ആയിട്ട് എന്ത് ബന്ധമാണ് ഈ ഉറപ്പായിട്ടും ജയിക്കും എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് ഇപ്പൊ അഖിൽമാരാരുടെ കാര്യം എടുത്താൽ നമുക്ക് എനിക്ക് തന്നെ ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അഖിൽമാരാരോട് ജയിക്കില്ല എന്നുള്ള കാര്യം ഏകദേശം 99.9% ആൾക്കാർക്കും അറിയാലോ. പക്ഷെ സ്റ്റിൽ അഖിൽമാരാർ പറയുന്നത് ഞാൻ ജയിച്ചിരിക്കും. അഖിൽമാരാർ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് പറഞ്ഞാണ്. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനത്തെ അനാവശ്യ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്? അത് രണ്ടാമത്തെ ചോദ്യമായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, ഈ മുടക്കിയ കാശ് മുഴുവൻ എങ്ങനെ തിരിച്ചു കിട്ടുമെന്നാണ് ഈ MLA മാർ വിചാരിക്കുന്നത്? ഒരു താത്വിക അവലോകനമുള്ള സിനിമയാണ് ഞാൻ സംവിധാനം ചെയ്തത്. അതിന്റെ ക്ലൈമാക്സിൽ ജോർജ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ആ ജോർജ് പറയുന്ന ഡയലോഗ്, വാഗ്ദാനങ്ങൾ നൽകി പറഞ്ഞു പറ്റിച്ച ജനപ്രതിനിധികളെ നിങ്ങൾ തിരിച്ചറിയണം, വഴി വിട്ട് തല്ലണം. രണ്ട്, എന്തിനാണ് ഓരോ തെരഞ്ഞെടുപ്പിലും പ്രചരണത്തിനായി ലക്ഷങ്ങൾ മുടക്കിയും കോടികൾ മുടക്കിയും പോസ്റ്ററുകളും ഫ്ലെക്സുകളും? ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ജനനേതാവിന്റെ നേട്ടങ്ങൾ അറിയാൻ എന്തിനാണ് ഈ പ്രചരണം? എന്റെ പ്രചരണമാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയുടെ ഭാഗമായി നമ്മൾ മത്സരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് നമ്മൾ അറിയിച്ചെല്ലാനും നമ്മുടെ കാര്യങ്ങൾ ആ ജനങ്ങളോട് പറയാനും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് നോർമൽ മാർക്കറ്റിംഗ്. സർക്കാർ കോടിക്കണക്കിന് ഒരുത്തന്റെ കയ്യിൽ നിന്നും പിരിച്ചിട്ടല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? അല്ല, എങ്ങനെയാണ് ഈ കാശ് നഷ്ടമുണ്ടോ? നഷ്ടം സ്ഥാനാർത്ഥികൾക്ക് നഷ്ടമുണ്ടോ? ആർക്ക് നഷ്ടമുണ്ടെന്ന ചോദ്യം. ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ഒരു വ്യക്തി ഒരു തെരഞ്ഞെടുപ്പിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇല്ല, നഷ്ടമില്ല. സർക്കാർ പിണറായി വിജയൻ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ഈ കാണിക്കുന്ന പെരുമാറ്റത്തരം നഷ്ടമാണോ അല്ലയോ? അത് നഷ്ടമായിരിക്കും. ക്വസ്റ്റ്യൻ അതല്ല, നഷ്ടമാണ്. മോഹൻലാലിന് എത്ര രൂപ കൊടുത്തു എന്നുള്ളതിന്റെ വിവരാവകാശം അന്വേഷിച്ച് ചോദിക്കാം. 11,49,000 ചില്ലറ രൂപയാണ് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെലവായ പൈസ. 8 കോടി രൂപയിലധികമാണ് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞത് ചെലവാക്കിയ പൈസ. അഖിൽമാരായ ഈ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ഉമാ തോമസിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ എല്ലാ ആഴ്ചയിലും സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കുകൾ കാണിക്കണം. പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ എല്ലാ ആഴ്ചയിലും കാണിക്കണം. ഇവിടെയാണ് നമ്മുടെയൊക്കെ കണക്ക് കാണിക്കാൻ പോയത്. ഏറ്റവും കുറച്ച് പൈസ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ച സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കും. പേര് അഖിൽമാരാണ്.